നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം കളം നിറഞ്ഞോ അല്ലെങ്കിൽ കളം പിടിച്ചോ നിറഞ്ഞാടിയോ കോൺഗ്രസ് എന്നാണ്. ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന രാജാവിൻ്റെ എന്നുള്ളത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കടന്നു പോവുകയാണ്. ചുമ്മാ അവർ വലിയൊരു ബസ്സിൽ കുറഞ്ഞ മന്ത്രിമാരും കയറിയിരിക്കുന്നു, സ്ഥലത്ത് വരുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ സംസാരിക്കുന്നു. എനിക്കത് പോസിറ്റീവായി തോന്നിയ കാര്യം ഇതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നു, അതിൻ്റെ അപ്പുറം ഒരു ഇമ്പാക്റ്റും ഇല്ല. വരുന്ന വഴിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നിലവിൽ പല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ആർഭാടം വേണമെന്നുള്ള രീതിയിൽ അവർ കരിങ്കൊടിയുമായിട്ട് പ്രതിഷേധിക്കുന്നവരെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM യുവജന സംഘടനയായ DYFIക്കാർ പോയി അടിക്കുന്നു, പിടിച്ചു മാറ്റുന്നു, ചെടി കൊണ്ട് തലക്കടിക്കുന്നു. നവകേരള മാർച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം ഇതാണ്. യൂത്ത് കോൺഗ്രസും പോലീസുകാരും, യൂത്ത് കോൺഗ്രസും DYFIക്കാരുമായിട്ടുള്ള അടി അതിങ്ങനെ തുടർന്നു വരുന്നു. ആലപ്പുഴയിലൊക്കെ എത്തിയപ്പോഴത്തേന് ഗന്മാരൊക്കെ ഇറങ്ങി വന്നടിക്കുന്നു. അന്നേരമാണ് ഇതിൻ്റെ കാഠിന്യം കുറച്ചുകൂടി ഒരു കൂട്ടുന്നത്. പിന്നെ കൊല്ലത്തെത്തിയപ്പോഴത്തേന് യുവമോർച്ചക്കാരും അടിക്കാൻ ഇറങ്ങുന്നു. പിന്നെ കോൺഗ്രസ്സുകാർ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നു, തിരിച്ചടിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേന് സമരം കുറച്ചുകൂടെ ശക്തമാക്കുന്നു കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധ മാർച്ച് ഇന്നലെ നടന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചുകൾ നടന്നു. കോൺഗ്രസ് തെരുവിലിറങ്ങി. മുൻപ് നമുക്കറിയാം, കോൺഗ്രസ് അങ്ങനെ തെരുവിലൊന്നും ഇറങ്ങത്തില്ല. അവർ വാർത്താ സമ്മേളനം നടത്തും, അപ്പുറത്ത് മറ്റൊരു വാർത്താ സമ്മേളനം മറുപടിയായിട്ട് കൊടുക്കും. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ റിയാസ് വിരട്ടൽ അല്ലെങ്കിൽ പറച്ചിലോ അല്ലെങ്കിൽ ഡയലോഗ് സതീശൻ എന്ന് പറയുന്നു. പക്ഷെ ഇന്നലെ സതീശൻ ഇറങ്ങി വന്ന് DCC ഓഫീസിന് മുന്നിൽ നിന്നിട്ട് വെല്ലുവിളിക്കുന്ന ഒരു ഇതിലേക്കൊക്കെ വന്നു. അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചേർന്നൊന്നുമല്ല. നേതാക്കന്മാർ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നു. എന്നിട്ടും ഇവർക്കിടയിലുള്ള അസഹരസ്യങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ചെന്നിത്തല അതൊരു ആവേശത്തിന് പറഞ്ഞതാണ്. സതീശൻ പറയാനല്ല, ആവേശത്തിലല്ല, തിരിച്ചടിക്കും. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല, ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ നവകേരള മാർച്ചിൻ്റെ ഒരു പ്രശ്നമായിട്ട് KSU അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ എന്നൊരു നരേഷനിലേക്ക് വന്നു. ഇതിനു മുമ്പ് SFI ഗവർണർ അല്ലെങ്കിൽ സർക്കാർ ഗവർണർ എന്ന നരേഷൻ ഇടയ്ക്ക് കയറി വന്നു. യൂത്ത് കോൺഗ്രസ് അതുപോലെ തല്ലുകൊള്ളുന്നതിൻ്റെ അപ്പുറത്ത് മാറി. അപ്പോൾ ശരിക്കും കോൺഗ്രസ് എറിഞ്ഞ വടിയിലേക്ക് പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാരെത്തി. കോൺഗ്രസിന് മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി. ഇന്നും KSUവിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു. KSUവിൻ്റെ മാർച്ചിൽ മാത്യു കുഴൽനാടിനെയാണ് നേതൃത്വം കൊടുത്തത്. തിരുവനന്തപുരത്ത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിയും ബഹളവും ഒക്കെ ഉണ്ടായി. തെരുവ് പ്രക്ഷുബ്ധമാവുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അത് കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പുതിയൊരു ഊർജ്ജം നൽകുകയാണ്. പ്രതിപക്ഷം തെരുവിൽ സമരത്തിലുണ്ട് എന്ന് പറയുന്നത്. സമരങ്ങളിലൂടെ അല്ലെങ്കിൽ തെരുവിലെ സമരങ്ങളിലൂടെ ചർച്ചയാക്കാൻ പറ്റുള്ളൂ, ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എപ്പോഴും തെരുവിലായിരിക്കണം. സമരങ്ങളുമായിട്ട് തെരുവിലിറങ്ങിയാൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടാവും. AC റൂമിലിരുന്ന് മൈക്കിന് മുന്നിൽ സംസാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ ഗവൺമെൻറ് നൽകിയ വിഷയത്തിലായാലും മറ്റു വിഷയത്തിലായാലും മുഖ്യമന്ത്രി എല്ലാ ദിവസവും സ്ഥിരം പല്ലവികൾ പറയും. തല്ലിയ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല. DYFIക്കാർ തല്ലിയ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ രക്ഷാപ്രവർത്തനം. ഇതൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എതിരഭിപ്രായങ്ങൾ കൂടുകയും അതുപോലെ തന്നെ ഒരു വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ മുഖ്യമന്ത്രി വിരുദ്ധ വികാരം അല്ലെങ്കിൽ DYFI വിരുദ്ധ വികാരമൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇവന്മാരെന്ത് കാണിക്കുന്നത് എന്ന രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ന് ഇവിടെ നമ്മുടെ മറ്റേ കുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് മരിച്ച വിഷയത്തിൽ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ അതിൽ പോലും DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തിൻ്റെ ഒരു കുട്ടി വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്ന വിഷയത്തിൽ പ്രതി ആരെന്ന് അല്ലെങ്കിൽ പ്രതിയെ വെറുതെ വിട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ അനാസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നത്. അതിൽ പോലും DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലാൻ പോവുകയാണ്. ശരിക്കും DYFIയുടെ ഒരു പക്വതാവില്ലാത്ത പ്രവർത്തനവും ഈ സാധാരണ പ്രധാനമന്ത്രി രാഷ്ട്രപതിയൊക്കെ പോകുമ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള പ്രോട്ടോകോളൊക്കെ മുഖ്യമന്ത്രിക്ക് എടുത്തില്ല. മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ കേരളത്തിൽ
നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ വോട്ട് വെച്ച് ജയിക്കുന്ന അങ്ങൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ പിണറായി വിജയൻ വരുമ്പോൾ എല്ലാവരും മാറിയിരിക്കണം. പിണറായി വിജയൻ വരുമ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ വരുമ്പോൾ പ്രതിഷേധിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ ബസ്സിൽ വരുമ്പോൾ സ്കൂളിൻ്റെ മതിലിടിച്ചിടണം, ലോൺ വരുത്താൻ പറ്റത്തില്ല. അങ്ങനെ പൊലിഞ്ഞു പാളീസായി പോയി. നവകേരള മാർച്ച് പൊലിഞ്ഞു. പിന്നെ മാധ്യമങ്ങളുടെ ഊതി വീർപ്പിക്കലിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അവിടെ ശരിക്കും കോൺഗ്രസിന് നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്, പ്രതിഷേധത്തിലൂടെ എത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ അവസ്ഥയാണ്. കേന്ദ്രത്തിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യണം. കേന്ദ്രത്തിലും അവസരങ്ങൾ തുറന്നിടും. ഇതിൻ്റെ ഇടയിലാണ് ഇവരുടെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഗവർണറെ അനുകൂലിച്ചൊരു സംഘപരിവാറും ജനാധിപത്യത്തിൻ്റെ ഭാഗം അവർ നടത്തുന്നൊരു പറഞ്ഞു. അത് അങ്ങനെയൊന്നും പറഞ്ഞു കിട്ടുന്ന ഒരു സിമ്പതി കളയുന്ന പരിപാടി ചെയ്യുന്നത് നിങ്ങൾ. അവർക്ക് അറിയത്തില്ല കേന്ദ്രത്തിൽ സംഘപരിവാർ സർവകലാശാലയിലേക്ക് ഇടിച്ചു കയറി സിലബസ് മാറ്റുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിൽ അവരുടെ പ്രതിനിധി പറയുകയാണ് അവർ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. അത്രയ്ക്ക് വിവരക്കേട് പറഞ്ഞു. പിന്നെ അതിനെ ഇവർ കവറപ്പ് ചെയ്തു, സമരത്തിലേക്ക് വന്നു. ഇന്നത്തെ സമരത്തിൽ കോഴിക്കോട് VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഇവിടെ തിരുവനന്തപുരത്തെ KSU അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും ലീഡ് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടും ലീഡ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഒരു ലീഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ഈ സമരം 2-3 ദിവസം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും പറയുന്ന വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുകയും ഒന്നിച്ച് നിൽക്കുകയും ചെയ്ത പ്രതിപക്ഷത്തിന് നല്ലൊരു മുൻകൈ എടുക്കുകയും മുതൽക്കൂട്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോകുമ്പോൾ ഗവർണർ പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് വരും. ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ്. അപ്പോൾ ഒരു BJP വിരുദ്ധതമായി പറയുകയും വേണം, മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് തിരുത്തുകയും വേണം. ഇതാണ് ഇനി പ്രതിപക്ഷം ചെയ്യേണ്ടത്. അത് കാണിക്കാതെ ആരെങ്കിലും ഒരു സ്റ്റാൻഡ് ചെയ്ത് പിടിച്ചാൽ അവിടെ നിങ്ങൾക്ക് പണി മാറും. ഇപ്പം നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന വടിയിൽ പിടിച്ച് മറുപടി പറയേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്കും ടീമിനും എത്തിയിട്ടുണ്ട്. അവധിയിൽ പിടിച്ച് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് കളിച്ച് എന്താ പറയുക, ഒരു മുൻതൂക്കം കിട്ടും, ഒരു ലീഡ് കിട്ടും. അതിൽ പിടിച്ച് കയറുക. സമരങ്ങൾ, തെരുവിലെ സമരങ്ങളിലൂടെ കോൺഗ്രസിന് ഇനി വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തുടർഭരണം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നുകൊണ്ടേയിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ മടുക്കും, ആളുകൾ മാറി കുത്തുമായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഒത്തൊരുമയില്ലായ്മ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിലും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് സമരങ്ങളുമായിട്ട് തെരുവിൽ സജീവമാവുക.